ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡവി ഡിലൈറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് കേക്ക്സും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഇത്തിരി തിരക്കുള്ളൊരു ദിവസമാണ്. അതെന്ന് വെച്ചാൽ എല്ലാം ഡിസൈൻ കേക്ക്സ് ആണ്, പല പല ഫ്ലേവേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും കൺസ്യൂം ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെ തിരക്കുള്ള ഒരു ദിവസം നമ്മൾ എങ്ങനെയാ ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് ഒരു 5 മണി 6 മണി ആ ടൈമിൽ ബേക്കിംഗ് കഴിഞ്ഞിരിക്കും. അല്ല എങ്കിൽ മിഡ് നൈറ്റ് ഒരു 12 മണി 1 മണിക്ക് ബേക്കിംഗ് കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ മിഡ് നൈറ്റ് ആണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ റാപ്പ് ചെയ്ത് ഒക്കെ സീൽ ചെയ്ത് വെക്കും. അല്ല രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബേക്കിംഗ് കഴിഞ്ഞിട്ട് അത് ചൂട് മാറാനായിട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ രാവിലെ ഏർലി മോർണിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ ഓവനിലോട്ട് കയറ്റുന്ന ടൈമിലാണ് നമ്മൾ പിന്നെ എന്താണ് കിച്ചൺ വർക്കിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യവും നോക്കണം, അതുപോലെ കേക്കിൻ്റെ വർക്കും നോക്കണമല്ലോ. അപ്പം കിച്ചൺ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടേ ഒന്നെങ്കിൽ കേക്ക് എടുക്കൂ, അല്ലെങ്കിൽ കേക്ക് വർക്ക് കഴിഞ്ഞിട്ടേ കിച്ചൺ വർക്കിലോട്ട് പോകും. അത് മസ്റ്റാണ് എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ ആദ്യത്തെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കേക്കാണ് എടുത്തത്. വൈറ്റ് ഫോറസ്റ്റ് ആണ്. അതൊന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ചതാണ് കുറച്ച് മുന്നേ കണ്ടത്. അടുത്തതെന്ന് പറയുന്നത് ഫ്രഷ് മാംഗോ കേക്കാണ്. ഈ ഒരു ഫ്രഷ് മാംഗോ കേക്ക് ഒരുപാട് റിവ്യൂസ് വരും കേട്ടോ. ഭയങ്കര ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു ക്രീമിലും അല്ലാതെ ഇൻസൈഡ് ഫില്ലിങ്സിലും ഒക്കെ, ക്രീമിൽ മാംഗോയുടെ പൾപ്പും അതുപോലെ ഇൻസൈഡ് ഫില്ലിങ്സിൽ മാംഗോയുടെ ആ ഒരു കുറേ പീസസ് ഒക്കെ കഴിക്കാൻ കിട്ടും. ഭയങ്കര യമ്മി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്ത് മാറ്റി. അടുത്ത ഫ്ലേവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ക്രഞ്ചി കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത് കേട്ടോ. ഇൻസൈഡ് നല്ല ക്രഞ്ചി ആയിരിക്കും. ഇൻസൈഡ് പ്രലൈനും കാര്യങ്ങളും നട്ട്സും എല്ലാം വരും. നമ്മളുടെ ക്രീമും അതേപോലെ ഒരു സ്പെഷ്യൽ ക്രീമാണ് കേട്ടോ, ചോക്ലേറ്റ് ക്രഞ്ചിൻ്റെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു ഫോമർ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്യുന്നത്. ഇതൊരു സൂപ്പർ ഹീറോ തീമായിരുന്നു കേട്ടോ. അങ്ങനെ ആ കേക്കും അങ്ങോട്ട് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് അതിനുശേഷം നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ഹാഫ് ബർത്ത്ഡേ കേക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ ഒരു ഹാഫ് കേക്ക് ആക്കി ചെയ്യേണ്ട ഒരു കേക്ക് ആയിരുന്നു. അത് കസ്റ്റമർ ആ ഒരു മോഡൽ കാണിച്ച് തന്നിട്ട് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഹാഫ് പോർഷൻ അത് ആദ്യം ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ പകുതിയാക്കി ഒട്ടിച്ച് അതിനെ നേരെയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ക്രം കോട്ട് അടിക്കുകയാണ്. ഈ ഒരു കേക്കിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഈ ക്രീം ഒന്നും സ്റ്റിഫായിപ്പോയി. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം മെയിൻ കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പം കോട്ടിംഗ് ഒക്കെ കൊടുത്ത് വന്ന് സൈഡ് എടുക്കുമ്പോൾ ഫിനിഷിങ് കിട്ടുന്നേ ഇല്ല. സൈഡിൽ പിന്നെയും കിട്ടുന്നുണ്ട്. ടോപ്പ് മോസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ നമ്മളുടെ ആ കേർവ്ഡ് പോർഷൻ, അതൊട്ടും ഫിനിഷിങ് കിട്ടുന്നില്ല. നമ്മളുടെ ക്രീം ഓവർ ബീറ്റ് ആയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം കുറേ നേരം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് കൂളിംഗ് കൂടി പോകുമ്പോഴും അതേപോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിലേതോ ഒന്നാണ് സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഓവർ ബീറ്റ് ആയതുകൊണ്ടാണ് എന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ക്രീം മൊത്തത്തിൽ വീണ്ടും എടുത്ത് കളഞ്ഞതിന് ശേഷം വേറൊരു ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. ആ ടൈമിന് ഓക്കെ, നമുക്ക് കോട്ടിങ് നല്ല നല്ല ആ ഒരു കോട്ടിങ്ങിൽ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ആണ് കിട്ടിയത്. അപ്പോഴത്തേക്കും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിൽ ഞാൻ ആ ഒരു എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെക്കാം എന്നുള്ളൊരു മനസ്സില്ല നമുക്ക് കേട്ടോ. ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണോ ഫിനിഷിംഗ് എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഫിനിഷിംഗ് എടുത്തതിന് ശേഷമേ നമ്മൾ എപ്പോഴും കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഈ ചെയ്ത് മാറ്റിയ എല്ലാ കേക്ക്സിൻ്റെയും ഡിസൈൻ വീഡിയോസും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. അതിന് അടുത്ത കേക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫോറസ്റ്റ് തീം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആനിമൽ തീമാണ്. അപ്പോൾ ആ ഒരു കേക്കും കൂടെ ഞാനൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കേക്ക് എടുത്തതെന്ന് പറഞ്ഞാൽ ഡോറാബുജി കേക്കാണ്. ഇത് റിപ്പീറ്റഡ് ഡിസൈനാണ്, മിക്കവാറൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. അങ്ങനെ അതും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് ആ ഡോറാബുജി. അപ്പോഴത്തേക്കും ഒന്ന് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ, അതാണ് ഈ ഒരു ഷെയ്ഡ്. അങ്ങനെ അതും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത കേക്ക് എന്ന് പറയുന്നത് നമ്മളുടെ മാംഗോ ഇല്ലേ നേരത്തെ കാണിച്ച ആ മാംഗോയ്ക്കകത്ത് നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡ് ക്രീമാണ് കൊടുക്കേണ്ടതെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്ന ഒരു യൂണിക്കോൺ തീമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കേക്കും ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഈ ഡോറാബുജിയുടെ കേക്ക് എടുത്തിട്ട് ഒന്ന് ലീഫും ഒരു സ്റ്റെമ്മും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ബാക്കിയുള്ളത് ഫോണ്ടൻ വർക്കാണ്. അപ്പം ക്രീമിൻ്റെ വർക്കെല്ലാം നമ്മൾ തലേന്ന് അങ്ങ് ചെയ്യും കേട്ടോ. അതിന് പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴുള്ള ടൈമിൽ ഞാനത് ആ വീഡിയോ എടുക്കുകയാണ്. ഈ ഏർലി മോർണിംഗ് തന്നെ അന്നും എണീക്കും. ഇത് കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. ഇതിൻ്റെ ബാക്കിലെ എഫേർട്ട് എന്ന് പറയുന്നത് ഒരു നല്ല എഫേർട്ടാണ്. നമ്മൾ ഈ കാണുന്ന വീഡിയോ കണക്കൊന്നും അല്ല, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്തിട്ടാണ് ഇതേ കണക്കൊന്ന് വീഡിയോ എടുക്കാൻ പിറ്റേ ദിവസം എടുത്ത് ടേബിളിൽ വെക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ട് ഓരോ കേക്ക്സ് എടുത്തിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ആദ്യത്തെ കേക്ക് എന്ന് പറയുന്നത് ഡോറാബുജി കേക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം ഒരു 8 മണി 8:30ക്ക് ഈ കേക്ക് ഡെലിവറിയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ എടുത്തു. അതിൻ്റെ ഫോണ്ടൻ വർക്ക് എല്ലാം ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈസ് എല്ലാം വെച്ച് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ഇതിന് രാവിലെ ഒരു 9 മണി ഡെലിവറി ആയിരുന്നു. അപ്പം ഇതെല്ലാം ഒരുമിച്ചാണ്, ഒരു ട്രിപ്പിലാണ് കേട്ടോ പോകുന്നത്. അതാണ് അതിലും വലിയ രസം. അപ്പോൾ ഇതിന് ആ രാവിലെ
ഒരു പിടച്ചടിച്ചൊരു ഓട്ടം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മിന്നി മൗസ് തീമാണ്. ഇത് മിന്നി മൗസ് ഫോട്ടോയാണ്, ബാക്കിയെല്ലാം നമ്മളുടെ ഹാൻഡ് മെയ്ഡ് എഡിബിൾ ആണ്. മിന്നി മൗസിൻ്റെ ഹെഡും ബാക്കി ആ ഒരു സൈഡിൽ വെക്കുന്ന വേഫറാണ്, അതും എഡിബിൾ ആണ്. അങ്ങനെ ആ ഒരു കേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ്. മറ്റേന്ന് പറയുന്നത് നമ്മളുടെ ആനിമൽ തീമാണ്. അപ്പോൾ ഇത് കസ്റ്റമർ തന്നിരുന്ന ഒരു മോഡൽ ആപ്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണേ എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് താഴെ ഗ്രാസ് എന്ന് പറയുന്നത് പെയിന്റിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ക്രീമിൽ പെയിന്റ് ചെയ്യാൻ ഒത്തിരി പാടുണ്ട്. എങ്കിലും നമ്മളുടെ എഡിബിൾ ഒരു ഗ്രീൻ വെച്ചിട്ടാണ് ഞാനത് പെയിന്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിൽ വെക്കുന്ന ഈ ഒരു ആനിമൽസ് എല്ലാം നമ്മൾക്ക് കട്ടറൊന്നും ഇല്ല കേട്ടോ, നമ്മൾ തന്നെ അത് കട്ട് ചെയ്ത് വരച്ച് എടുക്കുന്നതാണ്. അപ്പോൾ ഈ 2D ഫിഗേഴ്സ് കട്ടറില്ലാതെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് 3D ഫിഗേഴ്സ് കുറച്ചുകൂടെ നമുക്ക് ചെയ്ത് വഴങ്ങിയിട്ടുണ്ട്. 2D എന്ന് പറയുന്നത് ഇച്ചിരി നല്ല ടൈം എടുത്ത് ചെയ്ത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ഷേപ്സ് എല്ലാം ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സൈഡിൽ വെച്ചിട്ടാണ് ടോപ്പിൽ നമ്മൾ ആ ഒരു സണ്ണിനെയും കൂടെ ചെയ്തിട്ട് ടോപ്പിൽ പ്ലേസ് ചെയ്യുകയാണ്. പിന്നെ ആ ഒരു ടോപ്പിലിരിക്കുന്ന ബോൾസ് എന്ന് പറയുന്ന എല്ലാം പോപ്സ് ആണ് കേട്ടോ. കസ്റ്റമർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത്. അപ്പം പോപ്സ് ആയിട്ട് പിന്നെ സൈഡിൽ എഡിബിൾ ആയിട്ടുള്ള നമ്മളുടെ ഫോണ്ടന്റ് ബോൾസ് ആണ്. സൈഡിൽ നമുക്ക് പോപ്സ് വെക്കാൻ പറ്റില്ല, വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പം സൈഡിൽ ഫോണ്ടന്റ് ബോൾസും പിന്നെ 3 ഗോൾഡ് നോൺ എഡിബിൾ ബോൾസും കൂടെ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ പോപ്സ് കയറുന്നതുകൊണ്ട് തന്നെ ടോപ്പിൽ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കുഞ്ഞു കുഞ്ഞു കാക്കകളൊക്കെ വരച്ചപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു, ഒരു ഫസ്റ്റ് ഫോണ്ടന്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കേക്ക് ഫുള്ളി എഡിബിൾ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കേക്ക് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഡിസൈൻ ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു. ഒരിത്തിരി പാടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്ത് വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളുടെ മൈൻഡിന്. അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പ് ഫോർവേഡ് കേക്കാണ് ചെയ്യാൻ എടുക്കുന്നത്. ഇതിനകത്ത് കുറച്ച് റിബൺസ് ഒക്കെ ആയിരുന്നു ആ തന്നിരുന്ന മോഡലിൽ. അപ്പോൾ കസ്റ്റമറിന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോണ്ടന്റും അതിനകത്ത് യൂസ് ചെയ്യലേ, മൊത്തത്തിൽ നമ്മളുടെ ക്രീമും അല്ലാതുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തരണേ എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു സിംഗിൾ ഫോണ്ടന്റ് പോലും അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ക്രീമിൽ ചെയ്തിട്ട് റൈറ്റിങ്സും ഒരു ബ്ലാക്കിൽ ചെയ്തിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി കൊടുത്തേക്കും കേട്ടോ. ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് യൂണിക്കോൺ കേക്കാണ്. ഇത് റിപ്പീറ്റഡ് ഡിസൈൻ ആണ്. അപ്പോൾ ആ മോക്ക് ഇതേ കണക്കത്തെ സെയിം കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സ്റ്റാർസ് ഒക്കെ വെച്ച് യൂണിക്കോണും ഒക്കെ വെച്ചിട്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം തന്നെ ഒരുപാട് തീം കേക്ക്സ് വരുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല, എങ്കിലും നമ്മൾ ഇതേ കണക്കുള്ള തീം കേക്ക്സ് എല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ അട്ടപ്പിളകും കേട്ടോ. അത് ഭയങ്കര വർക്ക് എഫേർട്ടാണ്, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പം നേരത്തെ കേക്ക് വെച്ച് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പോയി ഫ്രഷ് ആയി കുറച്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഡെലിവറി ടൈമിന് കുറച്ച് മുന്നേ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൂപ്പർ ഹീറോ തീം എടുക്കുന്നത്. ഇതിനകത്ത് എൻ്റെ ഒരു ഫോമർ സ്റ്റുഡൻറ്റിൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ ലവറാണ്. എനിക്ക് എൻ്റെ കൈ കിട്ടുന്ന എല്ലാ സൂപ്പർ ഹീറോസും ഞാനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോണ്ടന്റ് വർക്ക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം, ഇപ്പോൾ ഇത്രയും കേക്ക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫോണ്ടന്റ് വർക്ക്സ് ഉണ്ട്. ഇതൊക്കെ ഞാനൊരു 1-2 ദിവസം മുന്നേ ഇരുന്നിട്ട് കുറേ ടൈം എടുത്ത് ഫോണ്ടന്റ് വർക്ക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും കേക്ക്സ് ചെയ്യാനുള്ള എഫേർട്ടും ടൈമും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കാം. ഇത് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ആ കേക്ക് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാമല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഓരോ കേക്ക്സും ഓരോ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഡിസൈനും ഒക്കെ നമ്മൾ വരച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലും. അപ്പം ഇതേപോലുള്ള തിരക്കുള്ള ദിവസങ്ങളിലും അതുപോലെ തീം കേക്ക്സ് നിൽക്കുന്ന ദിവസങ്ങളിലും ഒന്നും തലേന്ന് കേക്ക് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റാറില്ല. അത് പലർക്കും ഇഷ്ടപ്പെടാറില്ല, കാരണം ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് കേക്ക്സ് എടുക്കുന്നതിലല്ല, എടുത്ത കേക്ക് ക്വാളിറ്റിയോട് കൂടി വൃത്തിയായിട്ട് കൊടുക്കുക, ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്ന കേക്ക്സ് മെജോറിറ്റി ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇതെല്ലാം എല്ലാ കസ്റ്റമേഴ്സും ഒന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടും കൂടാണ് പറഞ്ഞേട്ടോ. അങ്ങനെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പാക്കിംഗ് സെക്ഷൻ ആണ്. അത് കഴിയുമ്പോൾ തന്നെ വീടൊന്ന് അലങ്കോലമാവും. എന്നിട്ടാണ് ഞാൻ അലങ്കോലാക്കിയിട്ടാണ് ഞാൻ ഡെലിവറിക്കായിട്ട് ഇറങ്ങുന്നത് തന്നെ. ഇറങ്ങി കഴിയുമ്പോൾ കസ്റ്റമർ ഒന്നെങ്കിൽ ഫോൺ എടുക്കത്തില്ല, ചിലപ്പോൾ ലൊക്കേഷൻ തെറ്റായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെയും ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ മോനെ പോകുന്ന വഴിക്ക് ഒന്ന് വീട്ടിലിറക്കും, എന്നിട്ടൊക്കെയാണ് ഇത് ഡെലിവറി ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കേക്കിൻ്റെ സെക്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു പൂജ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെയും കൂടെ ഒന്ന് പങ്കെടുത്തിട്ട് മടങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ കേക്കും ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും നമ്മളുടെ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിൽ അതൊന്ന് കാണുക, ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ.